നമ്മൾ പറയാൻ വാട്ടോറിറ്റി വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, എല്ലാ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവർ അത് ഇതുവരെ വകവയ്ക്കുന്നില്ല. അവര് പിന്നെ നോക്കാം എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇത് 2 വർഷത്തിൽ കൂടുതലായി ഈ ടാങ്ക് ഈ സിറ്റുവേഷനാണ്. പിന്നെ അതാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരെ അറിയിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ച് എല്ലാവരെയും അറിയിച്ചു, സെക്രട്ടറി കാര്യം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ഇതിനെപ്പറ്റി ഒരു താല്പര്യം കാണിച്ചിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെയാണ് ചോർന്നൊലിക്കുന്നത്. ഈ പരിസരത്ത് ഒരുപാട് വീടുകൾ താമസം അത് എത്രയും വേഗം ഇത് ശരിയാക്കി തരണം. എല്ലാരെയും വെള്ളം കൂടിയല്ലേ. ടൂറിസം കേന്ദ്രമായ വർക്കലയിൽ ആരും അറിയാത്ത ഒരു വെള്ളച്ചാട്ടം. ടൂറിസം പദ്ധതിക്ക് തുക മാറ്റിവെക്കാതെ തന്നെ അധികൃതർക്ക് അറിയാതെ വീണ് കിട്ടിയ ഒരു പദ്ധതി. എന്നാൽ ഈ വെള്ളച്ചാട്ടം കാഴ്ചയ്ക്ക് അതിമനോഹരമാണെങ്കിലും ഒരു നാടിന്റെ വെള്ളം കൂടി മുട്ടിക്കാൻ കാരണമായേക്കാവുന്ന ഒന്നാണ്. കണ്ടു നിൽക്കാൻ രസമാണെങ്കിലും അധികൃതർക്ക് ഇതൊരു തലവേദനയായി മാറുകയാണ്. ഒരു നാടൊന്നടങ്കം പരാതി പറഞ്ഞിട്ടും പരിഹാരം കണ്ടെത്താതെ നാടിന് തന്നെ ഭീഷണിയായി തുടരുന്ന ഒരു പടുകൂറ്റൻ ജലസംഭരണി. പരിസരത്ത് ഈ ടാങ്കിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്ന എങ്ങനെയായാലും ഒരു 10-15 പേരോളം ഈ ടാങ്കിൽ നിന്ന് വെള്ളം, റോഡുള്ള കോളനി, പിന്നെ കല്ലുലക്കുന്ന് കോളനി, ഇതെല്ലാം ഇവിടെ വെള്ളം ഉപയോഗിക്കുന്നത് ഈ ടാങ്കിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നതാണ്. വെട്ടൂർ കാര്യം ഈ പ്രദേശം മൊത്തം ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇത് നിലച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കുടിവെള്ളം മുട്ടും. വാട്ടർ അതോറിറ്റിയുടെ ഭീമൻ ജലസംഭരണി പൊട്ടിച്ചോർന്ന വെള്ളം പുറത്തേക്കൊഴുകി പാഴാകുന്നതായി പരാതി. വർക്കല വെട്ടൂർ പഞ്ചായത്തിലെ 6ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ജലസംഭരണിയാണ് പൊട്ടിച്ചോർന്നൊലിക്കുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് വാട്ടർ അതോറിറ്റി ഈ ജലസംഭരണിയിൽ നിന്നും പൈപ്പ് കണക്ഷനിലൂടെ വെള്ളമെത്തിക്കുന്നത്. വർക്കല വെട്ടൂർ SN ലക്ഷം വീട് കോളനി ശുദ്ധജല വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2001 TM ജേക്കബ് ഉദ്ഘാടനം ചെയ്ത 58,000 ലിറ്റർ ജലസംഭരണ ശേഷിയുള്ള ജലസംഭരണിയാണ് അപകടകരമായ രീതിയിൽ വശങ്ങൾ പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകുന്ന അവസ്ഥയിൽ തുടരുന്നത്. പ്രദേശവാസികൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ ജലസംഭരണിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ജല അതോറിറ്റി നിഷ്ക്രിയമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. എല്ലാ കുടിവെള്ളവും ഇല്ലാതായി പോകും. പിന്നെ എഞ്ചിനീയറും എല്ലാവരും വന്ന് നോക്കിയിട്ടും ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. പിന്നെ ഞങ്ങൾക്ക് ഇതുവഴി നടക്കാനും പാടാണ്. എപ്പോഴേ ഇടിഞ്ഞ് വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. എത്ര ആൾക്കാരെ വീടുകളാണ് നശിച്ചു പോകുന്നതെന്ന് അറിയാൻ പറ്റും. ഏത് നിമിഷവും തകർന്ന് നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഈ ജലസംഭരണി. റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജലസംഭരണി കാൽനട യാത്രക്കാർക്കും ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്കും ഒരേ തരത്തിൽ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇതിങ്ങനെ പൊട്ടി വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലെ വഴി നടക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുമെന്നുള്ളത്. പിന്നെ നമ്മൾ വാട്ടർ അതോറിറ്റിയിലും പിന്നീട് പഞ്ചായത്തിലും ഒക്കെ ചെന്ന് അറിയിച്ചു. പക്ഷെ അവരിതേവരെ ഒരു നടപടി സ്വീകരിച്ചില്ല. എത്രയും വേഗം അധികൃതർ വേണ്ട നടപടി കൈക്കൊണ്ട് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. വിസ്മയ ന്യൂസ്, വർക്കല.